സിസേറിയൻ കഴിഞ്ഞ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, സാധാരണ സിസേറിയൻ കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റ് ഇപ്പോൾ ഒരു 6 hour 8 hour കഴിയുമ്പോൾ നമുക്ക് ലൈറ്റ് ഡയറ്റ്, ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കത്തീറ്റർ ഇടും, മൂത്രസഞ്ചിയിൽ നിന്നുള്ള യൂറിൻ ഡ്രെയിനേജ് അത് കത്തീറ്റർ അന്ന് തന്നെയല്ല പിറ്റേ ദിവസം തന്നെ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ആംബുലേറ്റ് ചെയ്യണം. ആംബുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ കൈയും കാലും ഒക്കെ അനക്കണം, എഴുന്നേറ്റ് നടക്കണം, അല്ലെങ്കിൽ ഗ്യാസ് കെട്ടാനുണ്ട്. വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ത്രോംബോ എംബോളിസം. ത്രോംബോളിസം എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസിൽ കട്ടയായിട്ട് ത്രോംബസ് ഉണ്ടായിട്ട് അത് പൾമറി എംബോളിസം വരെയാകാം. അപ്പോൾ കാലിലൊക്കെ ബ്ലഡ് വെസൽസ് വീർത്ത് വന്നിട്ട് കാഫ് മസിൽസിനൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 80 കിലോ 85 കിലോ അല്ല 100 കിലോ ഉള്ള ഒരാളെ സിസേറിയൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലോ മോളിക്കുലർ ഹെപ്പാരിൻ ത്രോംബോ പ്രൊഫൈലാക്സിസ് ആയിട്ട് കൊടുക്കും. ഹെപ്പാരിൻ ഒരു 40 യൂണിറ്റ്സ് വെയിറ്റ് അനുസരിച്ച് ഒരു 3 days സബ്കുട്ടീനിയസ്ലി കൊടുക്കുന്നുണ്ട്. ത്രോംബോ എംബോളിസം പറഞ്ഞൊരു സീരിയസ് കണ്ടീഷനാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലോ മോളിക്കുലർ ഹെപ്പാരിൻ കൊടുക്കാൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട്. പണ്ടൊന്നും അത്രയും കൊടുക്കുന്നില്ല, പക്ഷേ ആംബുലേറ്റ് ചെയ്യാതെ മെയിനായിട്ട് ആംബുലേറ്റ് ചെയ്യുക. ആംബുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നടക്കുക, വെള്ളം ധാരാളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ലൈറ്റായിട്ട് കൊടുക്കുക, മൂത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കുക, വയറ്റിൽ നിന്ന് പോകാൻ ശ്രദ്ധിക്കുക, ഫീവർ ഉണ്ടാകാതിരിക്കാൻ. വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെലിവറി കഴിഞ്ഞും സിസേറിയൻ കഴിഞ്ഞും ബ്രസ്റ്റ് ആദ്യമേ തന്നെ പ്രഗ്നൻസിയിൽ നമ്മൾ ബ്രസ്റ്റ് എക്സാം ചെയ്യണം, ഫസ്റ്റ് വിസിറ്റിൽ തന്നെ. അപ്പോൾ നിപ്പിൾ ചിലപ്പം റിട്രാക്റ്റഡ് ആയിരിക്കാം, ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുക, അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ മുഴകളുണ്ടോ, അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. അപ്പം നമ്മൾ നിപ്പിള് ക്ലീൻ ചെയ്ത് സോപ്പിട്ട് ക്ലീൻ ചെയ്ത് കുളി കഴിയുമ്പോൾ നിപ്പ് കെയർ ഓയിൽമെൻറ്റ്, എന്തെങ്കിലും ഒരു ഓയിൽമെൻറ്റ്, ഒലിവ് ഓയിലോ എന്തെങ്കിലും പരട്ടി ഈ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന നിപ്പിളാണെങ്കിൽ അതിനെങ്ങനെ വലിച്ചു വിടണം. അതിനാണ് അത് ആ 10 മാസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു. ഡെലിവറി കഴിഞ്ഞിട്ട് നിപ്പിളില്ല, കൊച്ചു വലിക്കുന്നില്ല, വളരെ ഒരു പ്രോബ്ലമാണ്. ഞങ്ങൾ റൗണ്ട്സിന് ചെല്ലുമ്പോഴത്തേനും വളരെ പ്രോബ്ലമാണ്. അപ്പോൾ അത് ആദ്യമേ തന്നെ കറക്റ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്. നിപ്പിൾ വല്ല പ്രോബ്ലം ഉണ്ട്, അത് കറക്റ്റ് ചെയ്യുക. നിപ്പിളിൻ്റെയും ബ്രസ്റ്റിൻ്റെയും കെയർ. പിന്നെ ബ്രസ്റ്റ് മുഴുവൻ പാല് ആദ്യത്തെ ഒരു 48 hour പാല് കുറവായിരിക്കും. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പശ പോലെ ഒരു സാധനം, അതിൻ്റെ അകത്ത് എല്ലാ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതൊരു വെള്ളം പശ മഞ്ഞ കളറുള്ള സാധനമാണ്. അത് 5-ാം മാസം ഗർഭിണികൾക്ക് കുറേശ്ശെ വരാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ കൊളസ്ട്രോൾ കുടിപ്പിക്കാൻ പറയും. 3rd day ആകുമ്പോഴത്തേനും പാല് വരും. പാല് കുടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കാരണം പാല് കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് മൂത്രം പോകില്ല, കുഞ്ഞിന് യെല്ലോ കളർ വരും, മഞ്ഞപ്പിത്തം, ജോണ്ടിസ് കോംപ്ലിക്കേഷൻ. അത് ഫിസിയോളജിക്കൽ ജോണ്ടിസാണ്. എല്ലാവരും പറയും കൊച്ചിന് മഞ്ഞപ്പിത്തമാണെന്ന്, കൊച്ചിനെ എടുത്ത് നഴ്സറി. അത് ഫിസിയോളജിക്കൽ ജോണ്ടിസ്. അതിന് കാരണം കുഞ്ഞിന് ആവശ്യത്തിനുള്ള ഫ്ലൂയിഡ് കിട്ടുന്നില്ല. ആ കൊളസ്ട്രോൾ കുടിപ്പിക്കുക. ബ്രസ്റ്റ് ഫീഡിങ്, അമ്മമാർക്കൊന്നും ബ്രസ്റ്റ് ഫീഡിങ് ഇപ്പം കഴിയില്ല, പെയിനെന്ന് പറയും. ബ്രസ്റ്റ് ഫീഡിങ് പ്രഗ്നൻസി കെയർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ബ്രസ്റ്റിൻ്റെ കെയർ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ 72 hour കഴിയുമ്പോൾ സിസേറിയൻ കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് 2 weeks എല്ലാം കഴിഞ്ഞ് ഒന്നുകൂടെ വരാൻ പറയും, സ്റ്റിച്ചൊക്കെ ഒന്ന് നോക്കാനായിട്ട്. ആയുർവേദവും കുഴമ്പാണെങ്കിൽ സിസേറിയനൊക്കെ കഴിഞ്ഞാൽ 2 weeks കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമേ ചെയ്യാവൂ കുഴമ്പ് തെച്ചുള്ള ഗുളിക. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കണ്ടീഷൻ, അമ്മയ്ക്ക് ആയുർവേദം ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് സംടൈംസ് അതിന് പിടിക്കാതെ വരാം. അപ്പോൾ അത് ഞങ്ങൾ പറയും പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട്, നിയോനറ്റോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് കുഴപ്പമില്ലെങ്കിൽ മാത്രം അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കുഞ്ഞിന് ചിലപ്പം പിടിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഹെൽത്തിനനുസരിച്ച് ഗൈനക്കോളജിസ്റ്റും നിയോനറ്റോളജിസ്റ്റും പീഡിയാട്രീഷ്യനും പറയുന്ന പോലെ വേണം നമ്മുടെ ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇപ്പോഴും വയറ്റിൽ നിന്ന് പോകാൻ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. വയറ്റിൽ നിന്ന് പോകില്ല, പ്രഗ്നൻസിയിൽ ആദ്യം മുതലേ ഉള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രഗ്നൻസി ഈസ് എ കോൺസ്റ്റിപ്പേറ്റഡ് കണ്ടീഷൻ ആണ്. പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ പ്രഗ്നൻസിയിലുണ്ട്. ഈ പ്രൊജസ്ട്രോണിൻ്റെ എഫക്റ്റ് കൊണ്ട് വയറ്റിൽ നിന്ന് പോകില്ല. അപ്പം ഞങ്ങൾ പറയും ഹോർമോണിൻ്റെ എഫക്റ്റാണ്. കൂടുതലായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, ഫൈബറുള്ള ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് വയറ്റിൽ നിന്ന് പോകുന്ന നമ്മുടെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകും. അത് ഡെലിവറി കഴിഞ്ഞും അതുപോലെ തന്നെ പ്രഗ്നൻസിയിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട്. അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ്, ഏസിംപ്റ്റമാറ്റിക് ബാക്ടീരിയൂറിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് കംപ്ലയിൻ്റ് ഒന്നുമില്ല, പക്ഷേ യൂറിൻ നോക്കുമ്പോൾ നല്ല ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്ത് കഴിവതും ആൻറ്റിബയോട്ടിക്സ് അവോയ്ഡ് ചെയ്ത് ഫ്ലൂയിഡ് വെള്ളം കൂടുതൽ കുടിച്ച്, ഹൈപ്രമെസിസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വൊമിറ്റിംഗ് ആണ്. ആ കേസിൽ വൊമിറ്റിംഗ് ഉള്ള കേസിൽ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ആയിരിക്കും, അവർ കഴിക്കത്തില്ല. അപ്പോൾ അവരോട് കൂടുതലായിട്ട് വെള്ളം കുടിച്ച് ബാക്ടീരിയൂറിയ ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യണം. കാരണം ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ തന്നെ
പ്രീമച്ചർ ഡെലിവറി, പ്രീ ടൈം ഡെലിവറി, IUGR, അനീമിയ, കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ അമ്മയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായ ഒരു ഹെൽത്താണ്. ബ്ലഡ് മാത്രമല്ല, അവിടെ പ്രഷർ, ബ്ലഡ് ഷുഗർ, യൂറിനറി ഇൻഫെക്ഷൻ, ശരീരത്തിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ചുമ, പനി, ഇപ്പം കൂടുതലായിട്ട് കാണുന്നതാണ്, ഗർഭിണികളിലും കാണുന്നുണ്ട് H1N1 എന്ന് പറയുന്ന ഡിസീസ്, ഡെങ്കു ഫീവർ. ഡെങ്കു ഫീവർ ഞങ്ങൾ പ്ലേറ്റ്ലെറ്റും ലിവർ എൻസൈംസും കിഡ്നി ഫങ്ഷനും നോക്കിയാണ് അത് കണ്ടുപിടിക്കുന്നത്. അതെല്ലാം കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അമ്മയുടെ ഹെൽത്തിനെയും ബാധിക്കും, കുഞ്ഞിൻ്റെ ഹെൽത്തിനെയും ബാധിക്കും. ഇപ്പോൾ ഈ നവേ ഡേയ്സ് ഇറ്റ് ഈസ് മോർ കോമൺ. H1N1 വൈറൽ ഫീവർ, H1N1, ലെപ്റ്റോസ്പൈറോ, കുറേ ഫീവറുകളുണ്ട്. പണ്ട് വരുന്നത് വൈറൽ ഫീവർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് മാത്രമല്ല, അമ്മയെ അഫക്റ്റ് ചെയ്യുന്ന, കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്ന സോ മെനി ഡിസീസസ് ആർ ദെയർ. അതുകൊണ്ട് എന്ത് വന്നാലും സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യാതെ ഏതെങ്കിലും ഡോക്ടറെ കാണുകയാണെങ്കിൽ ആ മരുന്ന്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അവരോട് ഇൻഫോം ചെയ്തുകൊണ്ട് അതനുസരിച്ചുള്ള മരുന്ന്, ഗൈനക്കോളജിസ്റ്റിൻ്റെ അഡ്വൈസും ഫിസിഷ്യൻ്റെ അഡ്വൈസും സ്വീകരിച്ചുകൊണ്ട് മരുന്ന് കഴിച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു മദറും ഹെൽത്തി ആയിട്ടൊരു ബേബിയും നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും.